ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതെനിക്കറിയാം. അപ്പോ ഇനി വേറൊരു തമാശ ആക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ, ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേരാ. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ പഠിച്ചതാ. എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്. അബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി പുസ്തകത്തിലുണ്ട്. പുസ്തകമൊന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞതാ മോളെ ഭിക്കാരിയുടെ. തെണ്ടി, യാചകൻ, എലപ്പാളി എന്നൊക്കെ ആ വാക്കിന് അർത്ഥം. എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങൾ ഉണ്ട്. പക്ഷേ ഉറുദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? ഒരു മണ്ണാങ്കട്ടം പറയണ്ട. ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം ഡിക്ഷണറി കൊണ്ടുവരാം, ബെറ്റുണ്ടേ വെക്കാം. അങ്ങനെ വാശി പിടിക്കാതെ. ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. അയ്യോ, അതാർക്കാ അറിഞ്ഞിടത്തെ? ഞാൻ പറയട്ടെ? ഇവിടെ പറയട്ടെ. പറഞ്ഞു കൊടുക്കച്ചാ. വലിയ തമാശക്കാരൻ തന്നെ. പഠിക്ക. ഭിക്കാരി ഭിക്കാരി ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. അക്കര ഇക്കര നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്താ. വിറക് കീറാനാ, തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നു? മീനിന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മരാണോ? അല്ല, സാറിന്റെ ആണോ? എന്നാ ഇത് ഇവിടത്തെ അല്ല. എടീ ജാനു, എടീ ധാരതടി. അയ്യോ, ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു ഒന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. എടാ, നീയല്ലേടാ അവിടെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കള്ളം പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണ്, എനിക്ക് അറിഞ്ഞൂടമ്മേ. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാൻ ആ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ? മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്ക് ഉണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞു തന്നെ ശരി. പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്നതാരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം. നമുക്കൊരു പാർട്ടി കൊടുക്കാം.
വത്സല ടീച്ചറിന് മാത്രം കേട്ടോ? ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിന്റെ ക്രെഡിറ്റ് അവർക്ക് രണ്ടുപേർക്കുമാണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. നിൽക്കണ അവിടെ. എന്റെ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ ശ്രമിച്ചവരാരും ആ കാലം കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. പോകാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നാൽ ഒരു വലിയ പരാജയത്തിന് തയ്യാറെടുത്തു.